മറക്കുക എന്നത് ഓർമ്മകളെ പൂർണ്ണമായി ഇല്ലാതാക്കുന്നു എന്നതല്ല, പിന്നെയോ ഇന്നത്തെ നമ്മുടെ തീരുമാനങ്ങളെയും നാളത്തെ നമ്മുടെ സ്വപ്നങ്ങളെയും സ്വാധീനിക്കുവാനോ നിയന്ത്രിക്കുവാനോ ഓർമ്മകളെ അനുവദിക്കാതിരിക്കുക എന്നതാണ്. ബാല്യക്കാരത്തിയുടെ മുമ്പിൽ ഭയത്തോടെ 3 വട്ടം ഗുരുവിനെ തള്ളിപ്പറഞ്ഞ, ഓർമ്മകളെ തള്ളിക്കളഞ്ഞ പത്രോസ് മുൻപിലുള്ള ആയിരങ്ങളോട് ഗുരുവും കർത്താവുമായ യേശുവിനെ ഭയമില്ലാതെ ഏറ്റുപറഞ്ഞു. ആകയാൽ നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുകയും കഴിഞ്ഞ നാളുകളെ ഓർക്കാതെ ഒരു പുതിയ സൃഷ്ടിയായി നമ്മെ രൂപാന്തരപ്പെടുത്തിയ ദൈവകൃപയെ നമുക്ക് ആശ്രയിക്കാം. മുമ്പിലുള്ളതും മുന്നൊരുക്കപ്പെട്ടതുമായ ദൈവികാലോചനകളെ വിശ്വസിക്കുവാൻ തടസ്സമാകുന്നതും വിശ്വാസ ചുവടുകളെ തടയുന്നതുമായ എല്ലാ ഓർമ്മകളെയും നമുക്ക് തള്ളിക്കളയാം. ലക്ഷ്യത്തിലെത്തുവോളം സ്ഥിരതയോടെ ഓടുവാൻ വിശ്വാസത്തിൻ്റെ നായകനായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ.